സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ മോഷണം നടത്തിയ കുറുവ സംഘത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ. കറുത്ത നിറമൊക്കെ അടിച്ച് രാത്രിയുടെ മറവിൽ മോഷണം നടത്തുന്ന കുറുവ സംഘം, വാതിൽ കൊട്ടി വിളിച്ചിട്ട് തലയ്ക്ക് പരിക്കേൽപ്പിച്ച് വീടിനുള്ളിൽ കയറി അക്രമം നടത്തുന്ന സംഘം. ആ കുറുവ സംഘത്തിലെ അവസാനത്തെ പ്രതിയെയും പിടിച്ചിരിക്കുന്നു. മധുരയിൽ നിന്നാണ് പ്രതി കട്ടൂച്ചനെ മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയത്. പുന്നപ്രയിൽ വീട് കയറി സ്വർണം കവർന്ന കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിക്കെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി കേസുകളുണ്ട്. ശരത് എസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത് എസ്, ഈ കുറുവ സംഘത്തിലെ അവസാനത്തെ പ്രതിയാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഇയാൾ? കുട്ടൂച്ചൻ എന്ന് പറയുന്നയാൾ, ഇയാൾ ഒരു കുപ്രസിദ്ധ കുറുവ സംഘത്തിന്റെ നേതാവാണെന്ന് കേൾക്കുന്നു. അരുൺകുമാർ, അതായത് ആലപ്പുഴയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിൽ കുറുവാ സംഘത്തിന്റെ വലിയ ഭീഷണിയും നിരന്തരം മോഷണവും ഒക്കെ തന്നെ തുടർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ അവസാന പ്രതിയെ കൂടി ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശി കട്ടൂച്ചനെയാണ് ഇപ്പോൾ മധുരയിൽ വെച്ച് മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയത്. ഇത്തരത്തിൽ കുറുവാ സംഘത്തിനായുള്ള വേട്ട നേരത്തെ തന്നെ പോലീസ് ആരംഭിച്ചതാണ്. 10ഓളം കുറുവാ സംഘത്തിലെ അംഗങ്ങളെ ഇതിനകം തന്നെ പോലീസ് പിടികൂടിയതാണ്. ഇതിന് പിന്നാലെയാണ് അപ്പോൾ അവസാനത്തെ ആളെ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ഇപ്പോൾ മണ്ണഞ്ചേരിയിൽ ഒരു വീട്ടിൽ കയറി സ്വർണം മോഷ്ടിച്ച കേസിലും ഒപ്പം മണ്ണഞ്ചേരിയിൽ ഒരു കളരി അഭ്യാസിയായ യുവാവിനെ ഇത്തരത്തിൽ ആക്രമിച്ച കേസിലും പ്രതിയാണ്. അങ്ങനെ അതായത് ഈ മോഷണത്തിന് ശേഷം പോകുന്നതിനിടെ ഇയാളെ ഒരു കളരി അഭ്യാസിയ വഴിയിൽ നിന്ന് കാണുന്ന ഒരു യുവാവായിരുന്നു. അങ്ങനെ സംശയം തോന്നിയ അടിസ്ഥാനത്തിൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നിൽക്കാൻ തയ്യാറാവാത്തതോടെ പിടിച്ചുവെച്ച സമയത്ത് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു കളരി അഭ്യാസിയുടേത്. അങ്ങനെ ആ സാഹചര്യത്തിൽ കളരി അഭ്യാസി തിരിച്ചും ഇയാളെ ആക്രമിച്ചു. അങ്ങനെ ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ് ആ സമയത്തുണ്ടായത്. ആ സംഭവത്തിൽ ഉൾപ്പെടെ പ്രതിയാണ് എന്തായാലും ഈ പിടികൂടിയ കട്ടൂച്ചൻ എന്നുള്ളത്. മാത്രമല്ല 2012 മാരാരിക്കുളം സ്റ്റേഷൻ പരിധിയിലും അമ്മയും മകളും തനിച്ച് താമസിക്കുന്ന വീട്ടിൽ കയറി സ്വർണം ഉൾപ്പെടെ കവർന്ന കേസിലും ഇവരെ ആക്രമിച്ച കേസിലുമടക്കം ഇയാൾ പ്രതിയാണ്. ആ സമയത്ത് പിന്നീട് കോവിഡ് സമയത്തായിരുന്നു 8 വർഷത്തോളം ജയിൽവാസത്തിന് ശേഷം ഇത്തരത്തിൽ കോവിഡ് സമയത്തായിരുന്നു പിന്നീട് ഇയാൾക്ക് ജാമ്യം ലഭിച്ചത്. ആ സമയത്ത് ജയിലിൽ നിന്ന് ആളുകളെ ഇത്തരത്തിൽ കോവിഡ് കാലത്ത് ജയിൽ ഒഴിപ്പിക്കലിന്റെ ഭാഗമായി പറഞ്ഞു വിട്ടിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ് ഇയാൾ. പിന്നീട് വീണ്ടും മോഷണം തുടർന്നു. ഗുരുവായൂരിലും തമിഴ്നാട്ടിലുമടക്കം കേരളത്തിലും അടക്കം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും ഒപ്പം തമിഴ്നാട്ടിലുമടക്കം നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കട്ടൂച്ചൻ. ഇയാൾ ഇപ്പോൾ അല്പസമയത്തിനകം അതെ ഏകദേശം ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ഈ രീതിയിൽ പ്രായമായ ആളാണ്. മാത്രമല്ല ഇയാൾ വളരെ വളരെ ഗുരുതര സ്വഭാവമുള്ള ആൾ കൂടിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സാധാരണഗതിയിൽ മോഷണം മാത്രമല്ല, ഇയാൾ സ്ത്രീകളെ ഉൾപ്പെടെ ഉപദ്രവിക്കുന്ന രീതിയിൽ അത്തരം വൈകൃത സ്വഭാവമുള്ള പ്രതി കൂടിയാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. പലയിടങ്ങളിലും ഇയാൾ ഇത്തരത്തിൽ സ്ത്രീകളെ മറ്റു രീതിയിലൊക്കെ തന്നെ ഉപദ്രവിക്കുകയും ഈ സ്വർണ്ണാഭരണങ്ങളും മറ്റും കവർച്ച ചെയ്യുകയുമാണ് പതിവായിട്ടുള്ള ഇയാളുടെ രീതി. മാത്രമല്ല അക്രമ സ്വഭാവം കൂടുതലുമാണ്. ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്ന് കളരി അഭ്യാസിയെ മണ്ണഞ്ചേരിയിൽ വെച്ച് ഇത്തരത്തിൽ ആക്രമിക്കുന്നു. അങ്ങനെ ആളുകളെ ആക്രമിക്കുന്നതിനൊപ്പം തന്നെ സ്ത്രീകളെ കൂടി ലക്ഷ്യം വിട്ടാണ് ഇയാൾ പലപ്പോഴും മോഷണം നടത്തിയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ രീതിയിൽ വളരെ ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്. അങ്ങനെയാണ് ഇയാളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഇയാളെ പിടികൂടുക എന്നുള്ളത് തന്നെ മണ്ണഞ്ചേരി പോലീസിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഈ കുറുവാ സംഘത്തിൽ 10ഓളം പേരെ പിടികൂടിയിട്ടുണ്ടെങ്കിലും കട്ടൂച്ചനെ പിടികൂടണം എന്നുള്ളത് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. ആ രീതിയിൽ ഇയാൾ ഉപദ്രവിക്കുന്ന ആൾ കൂടിയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയത്. മധുരയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. ഇത്തരത്തിൽ കമ്പം സ്വദേശിയാണ് ഈ കട്ടൂച്ചൻ. ഓക്കെ, താങ്ക് യു ശരത്താണ് വിവരങ്ങൾ നൽകിയത്. കട്ടൂച്ചന്റെ പടം കണ്ടല്ലോ അല്ലേ? പ്രായം ചെന്നൊരു മനുഷ്യനാണ്. അപ്പം കട്ടൂച്ചൻ കേരള പോലീസിനെ കബളിപ്പിച്ച് മുങ്ങി. പക്ഷേ കേരള പോലീസ് കട്ടൂച്ചനെ പിന്നാലെ ചെന്നു. മധുരയിൽ വെച്ച് കട്ടൂച്ചനെ പൊക്കി. കട്ടൂച്ചനല്ല, ഏത് കൊമ്പത്തെ കുറുവയാണെങ്കിലും കേരള പോലീസ് പൊക്കുമെന്ന് പറഞ്ഞാൽ പൊക്കിയിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.